സ്മാർട്ട് സിറ്റിയിൽ ലുലു ഗ്രൂപ്പ് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള 2 IT ടവറുകൾ തുറക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളുടെ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 30 നിലകൾ വീതമാണ് IT ട്വിൻ ടവറിന് ഉള്ളത്. ഈ റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഉദയം മലയാളം ഇവിടെ പൂർത്തിയാവുകയാണ്. ശേഷം ഹലോ മലയാളം കാണാം. നമസ്കാരം. 2 ടവറുകളിലായി 25 ലക്ഷം ചതുരശ്ര അടി ഓഫീസ് സ്പേസാണ് ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള ടവറുകൾ IT കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകും. ഇതിൽ 10% സ്ഥലം ഇതിനോടകം 4 കമ്പനികൾ വാടകയ്ക്കെടുത്തു കഴിഞ്ഞു. ഒരു ലക്ഷ്യം ഒരു 80 മുതൽ 90% ലീസിംഗ് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ ബിൽഡിങ്ങിന് തീർക്കണമെന്നുള്ളതാണ്. മറ്റേ 2 ബിൽഡിങ്ങും നമ്മുടെ ലുലു സൈബർ ടവർ 1ഉം 2ഉം അബ്ദുൾ പറഞ്ഞ പോലെ അത് ഫുള്ളി ലീസ്ഡ്. ഇപ്പോൾ ഫുൾ ഫോക്കസ് ഇതിലാണ്. ഇതിൽ തന്നെ 10% ലീസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുണ്ട്. വലിയൊരു ദൂര യാത്രയ്ക്കാണ് നമ്മൾ ഒരുങ്ങുന്നത്. എല്ലാവരും സഹായിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will be able to reach it within the next couple of years. 30,000 പേർക്ക് തൊഴിലവസരം ഒരുക്കുന്നതാണ് പദ്ധതി. 1500 കോടിയിലേറെ രൂപ മുതൽ മുടക്കിലാണ് IT സമുച്ചയം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമാണ് ലുലു IT ട്വിൻ ടവർ. To reach the current stage, ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൽ 30,000 ആൾക്ക് MNCസിന് ജോലി കൊടുക്കാവുന്ന ഫെസിലിറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. So it was a remarkable growth, and our visionary chairman want to invest heavily on the IT sector. By way of doing so, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല വിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ IT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. 3200 കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4500 കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാം. 100% പവർ ബാക്കപ്പ്, 67 ഹൈസ്പീഡ് ലിഫ്റ്റുകൾ, 12 എസ്കലേറ്ററുകൾ, 2500 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനാകുന്ന ഫുഡ് കോർട്ട്, 600 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ, ബാങ്കിംഗ് സൗകര്യങ്ങൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, ജിംനേഷ്യം, മഴവെള്ള സംഭരണി, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയുമുണ്ട്. ലുലു ഗ്രൂപ്പ് ഇന്ത്യ CEO നിഷാദ് അഷറഫ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷറഫ്, ലുലു IT പാർക്സ് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയ വളപ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, കൊച്ചി.